ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, അനുഭവിച്ചറിയുന്ന ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അതിന് ഏറ്റവും എളുപ്പ വഴി ഒന്നും തന്നെയില്ല. ഞാൻ ഈ പറയുന്നത് നിദ്ര, അതായത് ഉറങ്ങാത്ത രാത്രികൾ. ഈ ഉറങ്ങാത്ത രാത്രികൾ അനുഭവിച്ചറിയുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അവർക്ക് ആ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് ഇത്. സുഖനിദ്രയാണ് ആരോഗ്യത്തിൻ്റെ പൂർണ്ണമായ ലക്ഷണം. ഈ ഉറങ്ങാത്ത രാത്രികൾ ഓരോ നിമിഷവും തള്ളി നീക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ വേദന വളരെ വലുതാണ്. ഇതിന് പകരമായിട്ട് ആർക്കും ആരെയും സഹായിക്കാനോ രക്ഷിക്കാനോ കഴിയില്ല. പക്ഷേ ഇത് രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ. ഭഗവാന്റെ മന്ത്രങ്ങൾ പറയുക, ദേവിയുടെ മന്ത്രങ്ങൾ പറയുക, അവരവർക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ പറഞ്ഞ് കൂടുതൽ സമയം അതിന് ശ്രമിക്കുമ്പോൾ അവർക്ക് തനിയെ ഉറക്കം വരും. ഈ ഉറക്കം സുഖനിദ്രയിൽ തന്നെ എത്തിക്കും. ഉറങ്ങാത്ത രാത്രികൾ ഓരോ നിമിഷവും തള്ളി നീക്കാൻ അവർ പെടുന്ന പാട് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഒരുപക്ഷെ നമുക്ക് തള്ളി നീക്കാൻ കഴിഞ്ഞെന്നിരിക്കും, ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയാലും. പക്ഷേ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ ആർക്കും പങ്കിട്ട് കൊടുക്കാൻ കഴിയില്ല. സ്വയം അനുഭവിച്ച് വേദനിച്ച് ദുരിതങ്ങളും ദുഃഖങ്ങളും പേറി ആരോഗ്യമുള്ള ശരീരം പൂർണ്ണമായി നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിൽ എത്തിക്കാൻ ഇതിനൊരു കാരണമായി മാറുകയും ചെയ്യും. ചില ആൾക്കാർക്ക് ചെറിയ ദുഃഖങ്ങൾ മതി, അവർക്ക് ഉറക്കം നഷ്ടപ്പെടും. രോഗികൾക്ക് ഉറക്കം നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് കടബാധ്യതയിൽ അവരനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും വിചാരിച്ച് കിടന്ന് അവരുടെ നിദ്രയെ അവർ തന്നെ ഭംഗപ്പെടുത്തും. ഇതിനെല്ലാത്തിനും നമ്മളെ രക്ഷിക്കാൻ ഒരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ഭൂമിയിൽ 3 തരം ആൾക്കാരാണ് ഉറങ്ങാതെ നിൽക്കുന്നത്. 1 യോഗികൾ, 2 രോഗികൾ, 3 ഭോഗികൾ. ഈ ഭോഗികൾ എന്ന് പറയുന്നത് സുഖം തേടി പോകുന്ന ആൾക്കാരെയാണ്. യോഗികൾ എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് അടുക്കുന്ന ആൾക്കാരാണ്. രോഗികൾ എന്ന് പറയുന്നത് രോഗാവസ്ഥയിലായ മനുഷ്യരാണ്. അവർക്ക് ഉറങ്ങാനേ കഴിയില്ല. ഈ 3 തരം ആണെങ്കിലും പൊതുവെ ഉറങ്ങാൻ കഴിയാത്ത ജനങ്ങളുടെ ദുരിതവും ദുഃഖവും വളരെ വലുതാണ്. അവരുടെ ഉറക്കം അവർ തന്നെ കെടുത്തുന്നതല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചില ആൾക്കാരെ വളരെ വലിയ വേദനയിൽ കൊണ്ടെത്തിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു മടിയും ഇല്ലാതെ ചെറിയ ചെറിയ വാക്കുകളായാലും വലിയ വലിയ വാക്കുകളായാലും അവരെ വേദനിപ്പിക്കുമ്പോൾ ആ വേദന വളരെ വലുതായി അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. രോഗം മൂർച്ചയിൽ എത്തി തനിക്ക് ശരീരത്തിന് ആ വേദന താങ്ങാനാവുന്നില്ല എന്ന് കാണുന്ന അവർക്കും ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഉറക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറങ്ങാത്ത രാത്രികൾ ഓരോ നിമിഷവും തള്ളി നീക്കുക എന്നത് അതികഠിനമാണ്. അതനുഭവിച്ചറിയുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞാലും മറ്റുള്ളവർക്ക് സഹായിക്കാനും പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഇത് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഇതിൽ നിന്നൊരു എളുപ്പ വഴി നമുക്കുണ്ടാക്കാൻ കഴിയും. ഈശ്വര മന്ത്രങ്ങൾ പറഞ്ഞ് നമുക്കതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. അതിലർപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാന് നമുക്ക് സുഖനിദ്ര തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാനുള്ളത് സാധാ ജനങ്ങൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും ഇത് കൊടുക്കാനും എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും. പക്ഷെ ഭഗവാന് മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. ഉറങ്ങുന്നതിന് വേണ്ടി പലതിനെയും നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ ശരീരത്തിന് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാകില്ല. ഏത് സാധനത്തിനെ നമ്മൾ ആശ്രയിച്ചാലും അത് കൂട്ടിക്കൂട്ടി കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിനെ മൊത്തമായി ചീത്തയാക്കാം എന്നുള്ളതല്ലാതെ അതിനെ നന്നായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അത് കാരണം ഉറക്കമില്ലാത്ത രാത്രികളിൽ വളരെ വേദനിച്ച് വിഷമിച്ച് കഴിയുന്നതിന് പകരം ഭഗവാന്റെ മന്ത്രങ്ങൾ പറഞ്ഞ്, ദേവിയുടെ മന്ത്രങ്ങൾ പറഞ്ഞ്, ഈശ്വരൻ്റെ മന്ത്രങ്ങൾ പറഞ്ഞ്, ദൈവത്തിൻ്റെ മന്ത്രങ്ങൾ പറഞ്ഞ് അത്
നാവിൽ തുമ്പിൽ അതുപോലെ മനസ്സിലും അത് നിറയ്ക്കുമ്പോൾ നാം തന്നെ അറിയാതെ നിദ്രയിലേക്ക് ആണ്ടുപോകും. നിദ്ര ഒന്നുണ്ടെങ്കിൽ അത് ശരീരത്തിനെയും മനസ്സിനെയും വളരെ വളരെ ഗുണം ചെയ്യും. അത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറങ്ങാത്ത രാത്രികൾ. അനുഭവിച്ചറിയുന്ന അവർക്ക് മാത്രമേ അതിൻ്റെ വേദനയും വിഷമവും മനസ്സിലാകുകയുള്ളൂ. കൂടുതലും അതിന് പ്രാധാന്യം കൊടുക്കാതെ ഭഗവാനിൽ അർപ്പിച്ച് എല്ലാം നേടാൻ ശ്രമിക്കുക. ഭഗവാൻ എല്ലാം നൽകാൻ കഴിയും, നമ്മൾക്കെല്ലാം എടുക്കാനും കഴിയും. ഉൾക്കൊള്ളുക, എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക. ഈ നിദ്രയെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക. അത് രാത്രികാലങ്ങളിൽ തന്നെ വേണം. മനുഷ്യർക്ക് എല്ലാം വേണം, എല്ലാം കിട്ടിയാലേ പൂർണ്ണതയാവുള്ളൂ. അത് ഈശ്വരന് മാത്രമേ തരാൻ കഴിയുള്ളൂ. ഭഗവാൻ അതെല്ലാം തരാൻ കഴിയും. ചേർത്തെടുക്കുക. ഭഗവാനിൽ നിന്ന് നേടുക. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.